അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പല ആളുകളും ചോദിക്കുന്ന സംഗതിയാണ് ഈ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കണം. ഏത് ഹദീസ്? എല്ലാ രോഗത്തിനും അള്ളാഹു മരുന്നിറക്കിയിട്ടുണ്ട്. അള്ളാഹു മരുന്നിറക്കിയിട്ടില്ലാത്ത ഒരു രോഗവും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകൾ, വ്യത്യസ്ത രൂപത്തിൽ വന്ന ഹദീസുകളുണ്ട്. അപ്പോൾ ഈ ഹദീസുകളെല്ലാം സ്വഹീഹാണെന്ന് മാത്രമല്ല, പ്രവാചക വൈദ്യത്തിൽ എഴുതപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മരുന്നുകൾ വിശദീകരിക്കുന്നത് ആദ്യം കൊടുത്ത ഈ ഹദീസിനെയാണ്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം? കാരണം എത്രയോ രോഗങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ മരുന്ന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രോഗം പടർന്നു പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഹദീസിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പല ആളുകൾ ചോദിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ ഹദീസിനെയും ഈ ഹദീസിന്റെ പല വേരിയന്റ്, പല രൂപത്തിൽ വന്നതിനെയും മൊത്തത്തിൽ കൂട്ടി വായിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും മാത്രമാണ് ഈ സംശയം ജനിക്കുന്നത്. ഒന്ന്, ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് അള്ളാഹു ഒരു രോഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. കാരണം അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രവർത്തനത്തെയും സൃഷ്ടിച്ചു എന്നാണ് വിധിവിശ്വാസത്തിൽ നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു രോഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല, അതിന്റെ മരുന്ന് സൃഷ്ടിക്കാതെ എന്ന് പറയുന്ന ഹദീസ്. ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല, അതിന്റെ മരുന്ന് ഇറക്കാതെ എന്ന് പറയുന്ന ഹദീസ്. മാത്രമല്ല, ഇതിൽ തന്നെ ചില ഹദീസിൽ പറയുന്നു മരുന്ന് രോഗത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഫലിപ്പിക്കുമ്പോൾ ആ രോഗം അവിടെ നിന്ന് ഇല്ലാതാകുന്നു അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എന്ന് പറയുന്നു. ഇതിനെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, കറക്റ്റ് മരുന്ന് കറക്റ്റ് സമയത്ത് കറക്റ്റ് അളവിൽ ചെന്ന് കഴിഞ്ഞാൽ, രോഗത്തിലേക്ക് ടച്ച് ആക്കി കഴിഞ്ഞാൽ ആ രോഗത്തെ അവിടെ ഇല്ലാതാക്കുന്നു അള്ളാഹു, അല്ലെങ്കിൽ രോഗം ഇല്ലാതാകുന്നു അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. ഒരെണ്ണം. ഇവിടെയാണ് മരുന്ന് ഉപയോഗത്തിന്റെ പ്രയോഗം കിടക്കുന്നത്, മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളത്. മറ്റൊന്ന് ഹദീസിൽ വന്നിട്ടുള്ളത് ഇതേ സംഗതി തന്നെ, എല്ലാ രോഗത്തിനും അള്ളാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അലിമഹുമിൻ അലിമ, ദാറ്റ് മീൻസ് രോഗം എന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നും അറിയുന്ന ആളുകൾക്ക് അതിന്റെ ശിഫ എന്താണെന്ന് അറിയാം. രോഗം എന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നും അറിയാത്തവർക്ക് അതിന്റെ ശിഫ എന്താണെന്ന് അറിയില്ല. ഈ ഹദീസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കണം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ രോഗത്തിന്റെ കാരണത്തെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഒരു കംപ്ലീറ്റ് ബുക്ക് തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദാഅ വദവാ എന്ന് പറയുന്ന, ക്യൂർ ആൻഡ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയത്. അതിൽ മരുന്ന് പറയുന്നേ ഇല്ല. അതിൽ പരിപൂർണമായിട്ടും രോഗത്തിന്റെ കാരണങ്ങൾ എന്ന് വിശകലനം ചെയ്യുന്ന ബുക്കുകളാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇസ്ലാമിലെ ശിഫയായിട്ട് വന്നിട്ടുള്ള ഇതെന്താണ്? ഖുർആൻ ഷിഫയാണെന്നാണ്. യെസ്, ഖുർആൻ ഷിഫയാണെങ്കിൽ ഖുർആൻ ഷിഫയാണ്. അപ്പൊ പിന്നെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഷിഫ ഇല്ലായിരുന്നോ ലോകത്ത്? അതിന് മുമ്പുള്ള ആളുകൾക്ക് രോഗം മാറിയിട്ടില്ലായിരുന്നോ? അപ്പൊ ഖുർആൻ ഷിഫയാണ്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കണം? മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, എന്താ? ഫഇദാ മരിതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അള്ളാഹു എന്നെ സുഖപ്പെടുത്തുന്നു. അപ്പം ഈ രോഗം അല്ലെങ്കിൽ ഷിഫ പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പൊ അത് ഖുർആനിൽ ഷിഫ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും വിശ്വാസങ്ങളും നേരാംവണ്ണം ജീവിതത്തിൽ പകർത്തിയാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഷിഫ ഉണ്ട്. അതെന്താണ്? അതാണ് ആത്മാവിന്റെ ഹീലിംഗ് പവർ. ഞാൻ ഈ പറയുന്ന വിശദീകരണം ഓരോ ഉലമാക്കളും വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഇബ്നു സീന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതിന്റെ ഇന്നർ ഫോഴ്സ്, വാസ്തവത്തിൽ ഫിസിസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതെന്താ? ഫിസിസ് മീൻസ് ഗ്രീക്കിൽ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന ജന്മസിദ്ധമായ ഒരു ഗുണം വെച്ചിട്ടുണ്ട്. അതെന്താ? രോഗം വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവ്, രോഗപ്രതിരോധ ശക്തി അല്ല, അതിനെ ആ രോഗത്തെ ഇല്ലാതാക്കുവാനുള്ള ഒരു ക്യൂറേറ്റീവ്, ഒരു ഇന്നർ ഫോഴ്സ് ഉണ്ട്. ഇതിനെയാണ് ഗ്രീക്കിൽ ഫിസിസ് എന്ന് പറയുക. അതിനെ സഹായിക്കുന്നവരാണ് വാസ്തവത്തിൽ ഫിസിഷ്യൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ഇമാം ഇബ്നു സീന എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് പല ഉലമാക്കളും. അതുപോലെ ഈ ഇന്നർ ഫോഴ്സിനെ കുറിച്ച് ഒരുപാട് ഉദ്ധരണികൾ എന്റെ വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പല ഗ്രേറ്റ് പീപ്പിൾ, മതപരമായിട്ടുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള ഈ ഇന്നർ ഫോഴ്സിനെ കുറിച്ച് വിശദീകരിച്ച ഒരുപാട് ആളുകളുടെ ഉദ്ധരണികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് വന്ന് മൂന്ന് ടൈപ്പ്, 3 രീതി, 3 തലങ്ങൾ ഇതിന് വന്നു. അതിൽ കേവലം മരുന്ന് മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലെ ആ മരുന്നിന് ഭൗതികമായ കാരണങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇതിന്റെ മേജർ പാർട്ട് ആയിട്ടുള്ള ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഇതിന്റെ കാരണം എന്താണെന്ന്
പരതുന്നിടത്തും പഠിക്കുന്നിടത്തുമാണ് നമുക്ക് ഫോൾട്ട് വന്നത്. അതിനപ്പുറത്തേക്ക് ഓരോ മനുഷ്യനും അവന്റെ ഉള്ളിൽ, അവന്റെ ആത്മാവിൽ ഈ ശിഫ കിട്ടുവാനുള്ള, ശിഫ പ്രവർത്തിക്കുവാനുള്ള ഒരു ഇന്നർ ഫോഴ്സ് ഉണ്ട്. അതിനെയും നമ്മൾ മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് ഈ രോഗം ഇത്രയും പടർന്നു പിടിക്കുന്നത്. ഒരു സംശയവുമില്ല, രോഗം ഇത്രയും പടർന്നു പിടിക്കുന്നതും മരുന്നുകൾ ഉപയോഗിച്ചാൽ പോലും ശിഫ കിട്ടാത്തതും ഇതാണ്. അത് ഇതേ വിഷയത്തിൽ എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ 3 തട്ടിലുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ആത്മാവിലുള്ള ഒരു ഇന്നർ ഫോഴ്സ്, അത് ഡെവലപ്പ് ചെയ്യാതെ, പുറത്തേക്ക് എടുക്കാതെ, അതറിഞ്ഞ് അതിനെ പുറത്തേക്ക് എടുക്കാതെ ശിഫ വർക്ക് ചെയ്യുന്നത് പ്രയാസമായിരിക്കും. മാത്രമല്ല, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണം അവിടെ നിലനിർത്തിക്കൊണ്ടാണെങ്കിൽ മരുന്ന് അപ്പുറത്തേക്ക് ഉപയോഗിക്കും, മരുന്ന് നിർത്തിയാൽ വീണ്ടും ഉണ്ടാകും. മരുന്ന് നിർത്തിയാൽ ഇത് ഉണ്ടാകുന്നത് കാരണം അതിന് രോഗം ഉണ്ടാകുവാനുള്ള കാരണം അവിടെ നിന്ന് പോയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ വിഷയം. 3, ഇതിനെ ഈസാലി സബബ് എന്ന് പറയും. രോഗം ഉണ്ടാകുവാനുള്ള കാരണത്തെ നീക്കുക എന്ന് പറയും. മൂന്നാമത്തതാണ് എന്ത് ചെയ്യുക? കറക്റ്റ് മെഡിസിൻ കറക്റ്റ് സമയത്ത് കറക്റ്റ് അളവിൽ രോഗത്തിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 3 ഭാഗമുണ്ട്. ഈ 3 ഭാഗം കൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശിഫ കിട്ടൂ. അതുകൊണ്ട് ഇപ്പം മുസ്ലിംസിലെ ആളുകളായിട്ടുള്ള എന്ത് ചെയ്യും? ഈ മരുന്ന് ഉപയോഗിക്കും. പിന്നെ പ്രാർത്ഥന, ശരി, ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം റൊഖിയ ഒക്കെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന കാലേ, ഇപ്പൊ റൊഖിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, മരുന്ന് ഉപയോഗിക്കും. പക്ഷേ ഇസാലി സബബ്, ഇതിന്റെ കാരണങ്ങൾ റിമൂവ് ചെയ്യുക എന്നൊരു ഭാഗം ഇല്ലാത്തിടത്തോളം കാലം രണ്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ആത്മാവിനെ ഏറ്റയിടത്തോളം നിങ്ങൾക്ക് ദുആ കൊണ്ട്, ഇപ്പോൾ നിങ്ങളൊരു പാപം ചെയ്താൽ ആ പാപത്തിന്റെ കറ നിങ്ങളെ ഉള്ളിലുണ്ടാകും. അത് നിങ്ങളെ ആത്മാവിലുള്ള കറ അള്ളാഹു പാപമോചനം നടത്തുന്നതോടുകൂടി മാറ്റിക്കളയും. പക്ഷെ ആ പാപത്തിന്റെ മെമ്മറിയും എമോഷൻസും അതിന്റെ അടയാളങ്ങളും അതിന്റെ ഇംപ്രിന്റുകളും അതിന്റെ അവശിഷ്ടങ്ങൾ നിങ്ങളുടെ മെമ്മറിയിലുണ്ടാകും, നിങ്ങളുടെ മൈൻഡിൽ കിടക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെയാണ് റുഖിയ ചെയ്യുന്ന സമയത്ത് ആത്മാവിന് ഏറ്റെടുത്തോളം ഉപദ്രവങ്ങളോ ശല്യങ്ങളോ ഉണ്ടെങ്കിൽ പോകും. പക്ഷെ മെമ്മറിയിൽ ഇതിന്റെ നെഗറ്റീവ് എനർജികളും എഫക്റ്റുകളും ഉണ്ടെങ്കിൽ, അതിന്റെ സെപ്റ്റിക് മെറ്റീരിയൽസ് അതിന്റെ തോട്ട്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ഇതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി പ്രത്യേകം റുഖിയ ചെയ്യുന്ന സമയത്ത് ശൈത്താനികമായ ഷർറുകൾ അല്ലെ സിഹ്ർ ബാത്തിലാക്കുന്നിടത്ത് എടുത്തുദ്ധരിച്ചത്. റിമൂവിങ് ഫ്രം ദ മൈൻഡ്. ഓക്കെ, അതുകൊണ്ട് ഈ 3 തലത്തിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് ഈ കാരണത്തെ കണ്ടുപിടിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി. ആ മാംസകഷ്ണം കേട് വന്നാൽ അവന്റെ ശരീരം കേടുവന്നു. ഇതല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? എന്താണ് ആ ഹദീസിന്റെ മുകളിൽ വായിച്ചു നോക്ക്. പല മൊല്ലാക്കന്മാരും ഇതിന്റെ മുകളിൽ പറയാറില്ല. എന്താണ്? ഹറാമും ഹലാലും ബയ്യനാണ്. അൽ ഹലാൽ ബയ്യൻ വൽ ഹറാം ബയ്യൻ വബൈനഹുമ മുസ്തബിഹാത്ത്. അതിനിടയിലുള്ളത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്, സംശയം ജനിപ്പിക്കുന്നതാണ്. വല്ലവനും സംശയം ജനിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നാൽ അവന്റെ വ്യക്തിത്വവും അവന്റെ ദീനും മതവും അവൻ സൂക്ഷിച്ചു. മതം പറഞ്ഞ കൂട്ടത്തിൽ എന്തിനാ അവിടെ അവന്റെ പ്രൗഡ്, അവന്റെ ഹോണർ, അവന്റെ വ്യക്തിത്വം, അവന്റെ ഇമേജ് നിർത്തി പറഞ്ഞത്? യെസ്. മാത്രമല്ല ഹദീസിൽ പറയുന്നത് എന്താ? ഓരോ ആട്ടിയുടെയും അവന്റെ മേച്ചിൽ സ്ഥലമുണ്ട്. അവൻ മറ്റുള്ള മേച്ചിൽ സ്ഥലത്തേക്ക് തന്റെ ആടുകളെ മേൽക്കാൻ വിടരുത്. ഓരോ രാജാവിനും തന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണ ഏരിയ ഉണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കരുത്. ദാറ്റ് മീൻസ് ബൗണ്ടറി വയലേഷൻ. ആളുകൾ തമ്മിലും മനുഷ്യർ തമ്മിലും അതുപോലെ മനുഷ്യർ അള്ളാഹുവിന്റെയും ബൗണ്ടറി വയലേറ്റ് ചെയ്യുക എന്നതാണ് ആ ഹദീസ് സൂചിപ്പിച്ചത്. മാത്രമല്ല, അതിനുശേഷമാണ് ഈ പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം നന്നായി, അത് കേടുവന്നാൽ ശരീരം കേടുവന്നു. അപ്പൊ രോഗം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? യെസ്, ക്ലിയർലി ബൗണ്ടറി വയലേഷൻ. നമ്മുടെ ആത്മാവിനോട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന പാപങ്ങൾ, നമ്മൾ മറ്റു മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിര് കവിയലും ബൗണ്ടറി വയലേഷനും. മാത്രമല്ല, ഇതിന്റെ ഹിപ്പോക്രറ്റ്സ്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ക്രിസ്തുവിന് മുമ്പ് 380 മരിച്ച ഹിപ്പോക്രറ്റ്സ് പറയുന്ന ഇൽനെസ് ഡു നോട്ട് കം ഔട്ട് ഓഫ് എ ബ്ലൂ. ഇൽനെസ്, രോഗം ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ല. ദേ ആർ ഡെവലപ്ഡ് ഫ്രം സ്മാൾ ടൈനി സിൻസ്, പാപങ്ങൾ അഗെയിൻസ്റ്റ് നേച്ചർ, മനുഷ്യ പ്രകൃതിക്കെതിരെ മനുഷ്യൻ ചെയ്യുന്ന തിന്മകളാണ്. When enough sin has accumulated, വേണ്ടുവോളം പാപം കുന്നുകൂടിയാൽ illness will suddenly appear. അപ്പോഴാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിനോടും മനസ്സിനോടും മനുഷ്യന്മാർ പരസ്പരവും അവന്റെ മതപരമായ
മതപരമായ അതിര് കവിയലുമാണ് വാസ്തവത്തിൽ, മതപരമായ വിഷയത്തിൽ അതിര് കവിയലും മാത്രമാണ് അവന്റെ രോഗത്തിന്റെ കാരണം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ നന്നാക്കണം, ആ വ്യക്തിയാണ് ഇമ്പോർട്ടന്റ്. പേഴ്സൺ സെന്റേഡ് തെറാപ്പി എന്നതിന്റെ സ്റ്റാർട്ടിങ് ഹിപ്പോക്രിസ. പേഴ്സൺ സെന്റേഡ് തെറാപ്പി എന്ന് പറയും സൈക്കോളജിയിൽ. അതുകൊണ്ട് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ടു നോ ദ പേഴ്സൺ. ഏത് വ്യക്തിക്ക് ഏത് തരം രോഗമാണ് ഒരു വ്യക്തിക്കുണ്ട് എന്നതല്ല ഇമ്പോർട്ടന്റ്. നമ്മൾ അതാ നോക്കല്. ഒരു വ്യക്തിക്ക് എന്തൊക്കെയുണ്ട്, അവന് പിന്നെ കാർഡിയോളജി കാണിക്കണോ, എന്താ പറയാ ഓർത്തോയിൽ കാണിക്കണോ, ENT കാണിക്കണോ, ഇതൊക്കെ. അപ്പൊ ഒരു രോഗിക്ക് ഏതെല്ലാം തരങ്ങൾ രോഗമുണ്ട് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. പക്ഷെ അന്നത്തെ ചർച്ച എന്തായിരുന്നു? ഏത് തരം രോഗിക്കാണ് രോഗമുള്ളത്, അല്ലെങ്കിൽ ഏത് തരം, ദാറ്റ് മീൻസ് നല്ല മനുഷ്യനാണോ അല്ലാത്തവനാണോ, ഹെൽത്തി പേഴ്സണാലിറ്റി ആണോ അല്ലാത്തവനാണോ. അതുകൊണ്ട് പ്രവാചകൻ മറ്റൊരു ഹദീസ് വളരെ പ്രസക്തമാണ്. എന്താ? വല്ലവനും വിശാലമായ ഉപജീവനം വേണോ, വല്ലവനും ദീർഘായുസ് വേണോ, അവൻ ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ. വാസ്തവത്തിൽ ബന്ധങ്ങൾ തകർച്ചയുള്ള കുടുംബത്തിലെ രോഗം ഉണ്ടാകുന്നത്, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ച പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത്തരം വീടുകളിലും അത്തരം ആളുകളിലും സാമ്പത്തികമായ പ്രതിസന്ധിയും അവരുടെ റിസ്ക് കുടുസായി വരുന്നു. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് എന്താ? കേവലം മരുന്ന് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം. അതിനപ്പുറത്തേക്ക് അവന്റെ ആത്മാവിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും അതുപോലുള്ള എല്ലാവരും പറയുന്നത് ആത്മാവിന് രോഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ആത്മാവും മനസ്സും ശരീരവും മൂന്നിനെയും കൂടെ കൂട്ടി പഠിക്കുന്ന രീതിയാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. ആ അപ്രോച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം അതാണ് ഇസ്ലാമിലുള്ളത്. അതുകൊണ്ട് രോഗിയുടെ ഇന്നർ പവർ എടുക്കുവാൻ അവന് എപ്പോഴാ കിട്ടുക? അവന്റെ ഉള്ളിലുണ്ടാകുന്ന സൽഗുണങ്ങളെ പുറത്തെടുക്കുമ്പോൾ, അവന്റെ ഉള്ളിലുണ്ടാകുന്ന കഴിവുകളെ പുറത്തെടുക്കുമ്പോൾ, അവന്റെ ഉള്ളിലുണ്ടാകുന്ന നന്മയെ പുറത്തെടുക്കുമ്പോൾ, ആത്മാവിൽ നിന്നുണ്ടാകുന്ന മനുഷ്യ ഗുണങ്ങളുടെ നന്മ ശരീരത്തിലേക്ക് വരുന്നതാണ് അൻവാറുൽ ഹയാത്ത്, ജീവൻ പ്രകാശം എന്ന് പറയുന്ന സാധനം. ആ പ്രകാശമാണ് റസൂല് ഉടനീളം ഉണ്ടാകുവാനും യമീൻ യസാർ, ഇടത്തും വലത്തും മുകളിലൊക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. അതിനെ അപ്പൊ മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങളിൽ നിന്നുണ്ടാകുന്ന മാനുഷിക നന്മകളിൽ നിന്നുണ്ടാകുന്ന പ്രകാശം, അതാണ് അൻവാറുൽ ഹയാത്ത്, പോസിറ്റീവ് എനർജി, നൂർ എന്ന് പറയുന്നത്. അതിലാണ് ഷിഫയുള്ളത്. അതുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തെ ശരിയാക്കിയെടുക്കുക എന്നതാണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ. അതിനു മുമ്പ് ഈ രോഗം ഉണ്ടാകാനുള്ള കാരണം എന്ത്? കാരണം പലതും കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു പക്ഷെ കാരണം ഭൗതിക ദുനിയാവിൽ ഉണ്ടാവില്ല, ഫിസിക്കൽ വേൾഡിൽ ഉണ്ടാവില്ല, പക്ഷെ ഇവന്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് മർദ്ദിതയായി ജീവിച്ചൊരു പെൺകുട്ടിയാണ് വിചാരിക്കുക. ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞു പോയി ഭർത്താവിന്റെ വീട്ടിലെ അമ്മായിമ്മ പോരും, അതുപോലുള്ള വിഷയം കൊണ്ട് മർദ്ദിതയായി ജീവിച്ച പെൺകുട്ടിക്ക് ആ മർദ്ദനത്തിന്റെ അല്ലെങ്കിൽ അന്നത്തെ പെയിനിന്റെ എഫക്റ്റ് അവളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായാൽ ഈ അമ്മായിമ്മ മരിച്ചു പോയാലും ഈ കുട്ടിക്ക് രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അതിന്റെ കാരണം എവിടെയാ? ഇവളുടെ പുസ്തകത്താളുകളിൽ, ആത്മാവിന്റെ പുസ്തകത്താളുകളിൽ ഉള്ളത് കൊണ്ട് അവൾക്ക് എന്നും ഒരു മൂഡ് ഓഫും നെഗറ്റീവും ഡിപ്രഷനും വന്നുകൊണ്ടിരിക്കും. ആ കാരണത്തെ ഇല്ലാതാക്കണം. അവിടെയാണ് തെറാപ്പീസ്. ഈ തെറാപ്പീസ് എന്ന് പറയുന്നത് പുതിയ വേടാ, എന്നാൽ പഴയതാണ് ആ സാധനം. അതുകൊണ്ട് ഇവിടെ നമ്മള് ഇമാം ഇബ്നുൽ ഖയ്യിം ജോസി ഈ വിഷയത്തിലേക്ക് എഴുതിപ്പെട്ട അൽ ഫവായിദ് എന്ന ഗ്രന്ഥമുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ദഅവ എന്ന പുസ്തകം, അതിലെന്താ ഉള്ളത്? രോഗം ഉണ്ടാകാനുള്ള കാരണം, രോഗവും മരുന്നും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഭൗതിക മരുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ റൊക്കിയയും പറയുന്നില്ല. 400 പേജ് വരുന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് രോഗമുണ്ടാകുവാനുള്ള കാരണങ്ങളെ കുറിച്ച് തന്നെ. മനുഷ്യന്മാരുടെ അതിര് കവിയലും മനുഷ്യന്മാരുടെ ബൗണ്ടറി വയലേഷൻസും അവന്റെ ആത്മീയമായ കാര്യങ്ങളും ഇതെല്ലാം കൂടെ വിശദീകരിച്ചുകൊണ്ടാണ്. ഇതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇമാം ഇബ്നുൽ ഖയ്യിം ജോസിയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ദ ഡിസീസ് ഓഫ് ദി ഹെർട്ട്, അമ്രാദുൽ ഖുലൂബ് ശിഫാഹു എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിലെന്താ വിശദീകരിക്കുന്നത്? രോഗത്തിന്റെ കാരണങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. റിലീഫ് ഫ്രം ദ ഡിസ്ട്രസ്, മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് മോചനം, അവിടെ എന്താണ്? അതിന്റെ കാരണങ്ങൾ ഇല്ലാതാക്കുന്നതാണ് വിശദീകരിക്കുന്നത്. അതുപോലെ ഇഗാസത്തുൽ അഫ്ആൻ മിൻ മസാദി ശൈത്താൻ, ഇബ്നുൽ ഖയ്യിം എഴുതിയ പുസ്തകം, അവിടെ എന്താണ്? രോഗത്തിന്റെ കാരണങ്ങൾ ഇല്ലാതാക്കുവാൻ ശൈത്താന്മാരുടെ ഉപദ്രവം വഴി മാനസിക പീഡനം അനുഭവിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് മുഴുവൻ തെറാപ്പിയാണ്. അപ്പൊ ഈ തെറാപ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അറിവ് പഠിപ്പിച്ച് പകർന്നു കൊടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ശിഫയാക്കുന്നതാണ് തെറാപ്പി എന്ന് പറയുന്നത്, കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിനുണ്ടാകുന്ന രോഗത്തെക്കുറിച്ച് ഇബ്നു തൈമിയ്യ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്, മനസ്സിലായല്ലേ? അതുപോലെ ശൈത്താനികമായ ഉപദ്രവം ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള പ്രതിവിധി ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. അതുപോലെ
ശൈത്താന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുന്നതിന് ഒരുപാട് വലിയൊരു പുസ്തകം അൽ ഫുർഖാൻ ബൈന ഔലിയ റഹ്മാൻ എന്ന പുസ്തകം ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ രോഗം ഉണ്ടാവുകയും അതിന്റെ ഷിഫ ആത്മാവിന്റെ പവറിനെ പുറത്തേക്ക് എടുക്കുന്നത് വിശദീകരിക്കുന്ന ഇമാം ഇബ്നുൽ ഖയ്യിം എഴുതിയ പുസ്തകമുണ്ട്, മെൻ ആൻഡ് ദ യൂണിവേഴ്സ്. അതുപോലെ മനുഷ്യരുണ്ടാകുന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റാളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്, മനുഷ്യരുണ്ടാകുന്ന ക്യാരക്ടർ, അത് അവൻ തനിച്ചാകുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടാകുന്ന ദുശ്ശീലങ്ങൾ, ഷഹ്വാത്തുകൾ, ദുഷ്ടചിന്തകളെ ഒഴിവാക്കുവാനും ദുഷ്ട ആഗ്രഹങ്ങൾ ഒഴിവാക്കുവാനും പറ്റുന്ന 25ഓളം ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം എഴുതിയ സിമ്മുൽ ഹവ എന്ന പുസ്തകം. പിന്നെ മരുന്നുകൾ ഉപയോഗിക്കുന്നത്, മരുന്നിനപ്പുറത്തേക്ക് പ്രാർത്ഥന കൊണ്ടും റുഖിയ കൊണ്ടും ചെയ്യുന്ന വിശദീകരിക്കുന്ന ഗ്രന്ഥം പ്രോഫിറ്റ് മെഡിസിൻ. സാദുൽ മാദൻ ഇതുപോലെ ആത്മശുദ്ധീകരണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഇമാം സുയൂത്തി എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ ബദർ അസീമാബാദി എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ആദ്യ പണ്ഡിതന്മാർ എഴുതിയ മുഹമ്മദ് അബ്ദുൽഹമിനെ പോലെയുള്ള ആളുകൾ എഴുതിയവരുണ്ട്, അതിനുശേഷം എഴുതിയവരുണ്ട്. അതുപോലെ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള, ഇസ്ലാമിക് സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ മുസ്ലിങ്ങൾ അല്ലാത്തവർ പോലും പ്രോഫറ്റിക് മെഡിസിൻ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ യർമലി ബെർഹോ എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിത, മാഷാ അല്ലാഹ്, ഡെൻമാർക്കിൽ ഒരു പ്രൊഫസറാണ് അദ്ദേഹം. അവര് PhD സ്കോളറാ, PhD ചെയ്തവരാ. അവരെഴുതിയ പുസ്തകം പ്രോഫറ്റിക് മെഡിസിൻ. അത് ഇമാം ഇബ്നുൽ ഖയ്യിമിനെയും ഇബ്നു തൈമിയ്യയും ഇബ്നു മുഫ്ലിൽ ഹംബലിയും ഇമാം ദഹബിയെയും 3 പേരുടെയും അഖീദ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് പ്രവാചക വൈദ്യത്തിൽ ഗ്രന്ഥം എഴുതിയതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പൂർവ്വകാല പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഇവിടെ അടുത്ത കാലത്തായിട്ട് എഴുതിയ നോർമൻ കസിന്റെ ലോക ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ, അതിന് ഒഫീഷ്യലായിരുന്ന നോർമൻ കസിൻ എഴുതിയ പുസ്തകമുണ്ട്. അതിലെന്താ പറയുന്നത്? അതിൽ രോഗത്തെ ചെറുക്കുന്നത് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ ക്യാൻസറിനെ ഷിഫയാക്കി എടുക്കാൻ. അദ്ദേഹം തന്റെ ആത്മാവിന്റെ പവറിനെ പുറത്തെടുത്തു, പുതിയ പുതിയ അറിവുകൾ പഠിച്ചെടുത്തു, പുതിയ രീതിയിൽ സന്തോഷം കണ്ടെത്തു, ഹാപ്പി ലൈഫോട് കൂടിയിട്ട് അദ്ദേഹം ആ രോഗത്തെ പ്രതിരോധിച്ചു. ഇതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആലക്ക് അദ്ദേഹത്തിന് തന്നെ പൈൽസ്, എന്താ പറയാ, മൂലക്കുരു എന്നൊക്കെ പറയും അല്ലെ, പൈൽസ് എന്ന രോഗം ഉണ്ടായത് അദ്ദേഹം ചെറുത്തു നിന്നത് എങ്ങനെയാ, അല്ലെങ്കിൽ ആ രോഗത്തെ ഒഴിവാക്കിയത് എങ്ങനെയാ? ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല അദ്ദേഹം അറിവ് കൊണ്ട്, യെസ്, നോളജ് ഇസ് ദ മെഡിസിൻ. ഇതാണ് വാസ്തവത്തിൽ ഹിപ്പോക്രറ്റ്സ് പറഞ്ഞിരുന്നത്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ധാരാളമാണ്. മാത്രമല്ല മതങ്ങളിലൊക്കെ ഉള്ളത് ഇങ്ങനെയാ, ആത്മാവിന്റെ മനുഷ്യ ഗുണങ്ങളെ പുറത്തെടുക്ക്, മനുഷ്യ ഗുണങ്ങളുടെ ആ ഇന്നർ ഹീലിംഗ് മെക്കാനിസം പുറത്തെടുത്തിട്ട് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം എല്ലാ മതങ്ങളെയും കാണും. അത് ക്രോഡീകരിച്ച ഡോക്ടർ CK രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം എ ഡോക്ടേഴ്സ് മൈൻഡ്സ്കേപ്പ് എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കും. അപ്പൊ എല്ലാ മതങ്ങളിലും, അതിൽ ചൈനീസ് ട്രഡീഷനിലുണ്ട്, ഗ്രീക്കിലുണ്ട്, ഇസ്ലാമിലുണ്ട്, ബൈബിളിക്കലുണ്ട്, പിന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളുണ്ട്, ബുദ്ധ ഗ്രന്ഥങ്ങളിലുണ്ട്, എല്ലാത്തിലും അദ്ദേഹം കൊണ്ടുവന്ന് ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പം ബേസിക്കലി പറയുന്നത്, ആത്മാവിന്റെ ഇന്നർ ഹീലിംഗ് മെക്കാനിസത്തെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത്ര ഫലപ്രദമായി കൊള്ളണമെന്നില്ല മരുന്ന്. രണ്ടാമത്തത്, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണം നീക്കാതെയാണ് നിങ്ങൾ മരുന്ന് കൊടുക്കുന്നതെങ്കിൽ മരുന്ന് കൊടുക്കുന്നിടത്തോളം നിങ്ങൾ വല്ല മാറ്റവും കാണും, പക്ഷെ മരുന്ന് നിർത്തിയാൽ വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് ഈ 3 സ്റ്റെപ്പും ഇത് ചെയ്തു കഴിഞ്ഞോ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല നിങ്ങൾ ഈ ലോകത്ത് തന്നെ നിങ്ങളുടെ എല്ലാ അസുഖത്തിലുള്ള മരുന്നും ഇറക്കിയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്തതിൽ നമ്മുടെ പേഷ്യൻസ് തന്നെ ക്യാൻസർ ശിഫയായവരുണ്ട്. അതുപോലെ എല്ലിന്റെ രോഗം ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞവർ ശിഫയായതുണ്ട്. ഹാർട്ട് രോഗത്തിന് എന്താ പറയാ, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾക്ക് നമ്മൾ ഇത് കൊടുത്ത് ട്രീറ്റ്മെന്റ് കൊടുത്ത് അത് ഒഴിവായവരുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു സമീപനമാണ് ഈ വിഷയത്തിലെല്ലാം വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കാൻ പറ്റാവുന്നിടത്തോളം മോഡാലിറ്റീസ് എല്ലാം പഠിച്ചു. ഇസ്ലാമിക് സൈക്കോളജി, മോഡേൺ സൈക്കോളജി, അതുപോലെ പാരാസൈക്കോളജിയിലാണ് ഞാൻ PhD എടുത്തത്. സ്പിരിച്വൽ ഹീലിംഗ് പഠിച്ചു, റൊക്കിയ പഠിച്ചു, പിന്നെ ബ്രെയിൻ ജിമ്മും അതുപോലെ ന്യൂറോ ഡൈവർജൻസ് തെറാപ്പീസ് അത് പഠിച്ചു. അതുപോലെ ആധുനിക മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ തന്നെ റെഫർ ചെയ്ത് കൊടുക്കും, നമ്മൾ ലെറ്റർ കൊടുത്തു കൊടുക്കും. അതിലുപരി ഒരു മനുഷ്യന്റെ അവന്റെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതിന്റെ ലൈഫ് കോച്ചിങ്ങിലൂടെ നമ്മൾ മാറ്റിയെടുക്കുന്നു. 2-3 മാസം അവന് ക്ലാസ്സസും തെറാപ്പീസും ഹോംവർക്കും കൊടുത്തിട്ട് അവനെ മാറ്റിയെടുക്കുന്നത്. ഈ സ്റ്റെപ്സുകളെല്ലാം ഇമാം ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചിട്ടുണ്ട്. സിഹിർ വായിച്ച ആളുകൾക്ക് ചികിത്സ നിർദ്ദേശിക്കുന്നിടത്ത് ഇമാം ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്ന 3 പോയിന്റാ. 1, സിഹിർ എന്ത്, ഏത്, എവിടുന്ന് എന്ന് ഹലാലായ മാർഗത്തിൽ കണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ കണ്ടെടുക്കുക, നശിപ്പിച്ച് കളയുക. 2, ഇതിന്റെ എഫക്ട്, സിഹിറിന്റെ എഫക്ട് അദ്ദേഹത്തിന്റെ അകലിൽ നിന്ന് റിമൂവ് ചെയ്യുക. 3, കവിയത്തു നഫ്സ്, ആത്മാവിനെ ശക്തിപ്പെടുത്തുക. ആത്മാവിനെ ശക്തിപ്പെടുത്തുക എന്നത് വാസ്തവത്തിൽ മനുഷ്യ ഗുണങ്ങൾ
അവ ഏത് മതസ്ഥനായിരുന്നാലും അവന്റെ മനുഷ്യ ഗുണങ്ങളെ പുറത്തേക്ക് എടുക്കുന്നതാണ് ആത്മാവിനെ ശക്തിപ്പെടുത്തുക. ഇമാം ഇബ്നുൽ ഖയ്യിം അവിടെ മതപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മതപരമായ കാര്യങ്ങൾ മാത്രം പോരാ, അതിന്റെ മാനുഷികപരമായ കാര്യങ്ങളാണ് ആദ്യം വേണ്ടത്, എന്നിട്ട് മതപരമായ കാര്യങ്ങൾ നടപ്പാക്കണം. അതായത് അദ്ദേഹം പറഞ്ഞത് തവക്കുല്, തൗഹീദ്, തവജ്ജുഹ്, ഇനാബ, ഇഖ്ലാസ്, ഇങ്ങനെ കുറെ സംഗതികളാണ്. അതുകൊണ്ട് മതപരമായ ഒരു എന്താ പറയാ തഖ്വ ബേസിലാണ് അദ്ദേഹം വിശദീകരിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും, മാത്രമല്ല അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് എഴുതിയ ഗ്രന്ഥത്തിൽ അവർ പറയുന്നത് ആത്മധൈര്യവും ആത്മാവിന്റെ ശക്തിയും ഭക്തിയും അനിവാര്യമാണെന്ന്. അപ്പൊ സിഹിറിനെ ബാത്തിലാക്കി കളയുവാൻ ആത്മാവിന്റെ ശക്തിയും ആത്മധൈര്യവും തെക്കുവയും അനിവാര്യം. തെക്കുവയല്ലാത്ത വേറെ സാധനമാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്. ഇമാം ഷെയ്ഖ് ഇബ്നു ബാസ് വിശദീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. തെക്കുവയും പിന്നെ ആത്മധൈര്യവും, അതില്ലെങ്കിൽ ആത്മാവിന്റെ ശക്തിയും വളരെ അനിവാര്യമാണ് സിഹിർ ബാത്തിലാകുവാൻ. അപ്പൊ തെക്കുവയല്ലാത്ത എന്തോ ഒരു സാധനം അവിടെ പറഞ്ഞല്ലോ, അതാണ് വാസ്തവത്തിൽ ഹെൽത്തി പേഴ്സണാലിറ്റി, അതിന്റെ 100, അതിന്റെ പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നമ്മൾ ഇത്തരം വിഷയത്തിൽ ഏതൊരു വിഷയത്തിലാണെങ്കിലും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വൈജ്ഞാനിക തലത്തിലൂടെ കോഴ്സ്, കോളേജ് വഴിയാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും 17 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഈ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കണം? ഇത് വിശാല അർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള, വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ഹദീസാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും.